ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനി ആദർശിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം മേടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അനിയാണെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആദർശ് ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അനി, ഞാൻ പറഞ്ഞല്ലോ, നീ ഇപ്പോൾ ഈ എം ഡി സ്ഥാനത്ത് വന്നത് വളരെ ഉപകാരമായ കാര്യമാണെന്ന് നീ കരുതിയാൽ മതി. മുത്തശ്ശൻ ഇനിയിപ്പോൾ നീയും കൂടി എം ഡി സ്ഥാനത്ത് നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവരും. അതെനിക്ക് വല്ലാതെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ വേറെ ഒരു കാര്യവും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നീ ഇതിൽ മുന്നോട്ട് പോകുക. നിനക്ക് എന്ത് സഹായം ഉണ്ടെങ്കിലും ഞാനും അതേപോലെ തന്നെ നിൻ്റെ അച്ഛനും വലിയച്ഛനും ഒക്കെ ഇല്ലേ, അവരെ നീ നിനക്ക് ആശ്രയിച്ചാൽ പോരെ. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്നാലോ, പിന്നെ നമുക്ക് അവിടെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. ഞങ്ങളിങ്ങോട്ട് വന്നത് തന്നെ ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ്. അധികം താമസിയാതെ ഞാനത് കണ്ടുപിടിക്കുകയും ചെയ്യും, ആ കമ്പനിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഏട്ടാ, എന്നാലും എനിക്കിതൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഏട്ടൻ്റെ സ്ഥാനത്ത് കയറി ഞാനിരിക്കുന്നു, അതൊന്നും എനിക്കൊരു ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് ഏട്ടാ എന്നൊക്കെ അനി സങ്കടത്തോടു കൂടി തന്നെ പറയാണ്. ആ ഒരു കാര്യം നീ ചിന്തിക്കേണ്ട അനി. ഞാനായാലും നീ ആയാലും ആ കമ്പനി ഉയർച്ചയിൽ അങ്ങേയറ്റത്തെത്തണം. നീ ഇതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ആനിയുടെ അച്ഛനാണെങ്കിലും ആദർശിൻ്റെ അച്ഛനാണെങ്കിലും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അതെ, അത് തന്നെയാണ് ഞങ്ങൾ ഇവനോടും പറഞ്ഞു കൊടുക്കുന്നത്. യാതൊരു കാരണവശാലും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനായിട്ട് പാടില്ല എന്ന്. ഇതെല്ലാം കേട്ട അനിയാണെങ്കിൽ ആദർശേട്ടൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം ആദർശേട്ട എന്ന് പറയാണ്. ഞാൻ വരൂടാ, ഞാൻ അല്ലാതെ എവിടെ പോയി? ഞാൻ അവരോട് പിണങ്ങി വീട് മാറി നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇതിന് പിന്നിൽ ആരാണ് കളിച്ചത് നമുക്ക് കണ്ടെത്തണ്ടേ. നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വന്നത് ആരാണെന്ന് നമുക്ക് കണ്ടെത്തണ്ടേ. അല്ലാതെ ഈ നമ്മുടെ കമ്പനിയിൽ ഒരു വീഴ്ച വരുത്താനായിട്ട് ഞാൻ നോക്കോ അനി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നയനയാണെങ്കിൽ, അതെ അനി, ഏട്ടൻ പറയുന്നത് കേക്ക്. നീ ധൈര്യം സംഭരിച്ച് തന്നെ നീ ആ കമ്പനിയിൽ ഇരിക്കണം, ആ എം ഡി സ്ഥാനത്ത് തന്നെ. പക്ഷേ നിനക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ മുത്തശ്ശൻ വേറെ ആരെങ്കിലും കൊണ്ടുവരും. മുത്തശ്ശനോടോ ബാക്കിയുള്ളവരെല്ലാവരോടും ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. മുത്തശ്ശനും അതേപോലെ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. പെട്ടെന്നൊരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ അത് താങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറിയത് എന്നൊക്കെ അനിയോട് പറയാണ്. നീ ചെല്ല്, ഇനി അധികം താമസിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അനിയെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും നയനയാണെങ്കിൽ അവന് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ആദർശേട്ടൻ്റെ സ്ഥാനത്ത് കയറിയാണല്ലോ അവൻ ഇരിക്കുന്നതെന്ന് ഓർച്ച് അവന് വല്ലാത്തൊരു കുറ്റബോധമുണ്ട്. അങ്ങനെ കുറ്റബോധത്തിൻ്റെ കാര്യമൊന്നും ഇല്ല നയനെ. അവൻ്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അവനെ ശരിക്കും പറഞ്ഞ എൻ്റെ അനിയനല്ല, എൻ്റെ ഒരു മകനെ പോലെ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നതെന്നൊക്കെ ആദർശ് അനിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാം. അങ്ങനെ നമ്മുടെ അനയാണെങ്കിൽ നേരെ കമ്പനിയിലേക്ക് ചെല്ലുകയാണ്. കമ്പനിയിലേക്ക് ചെന്ന് അവിടെ ഇരിക്കാതെ ഇങ്ങനെ ചെയറിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്നപ്പോഴേക്കും അജയൻ പറയാണ്, നീ എന്താണ് മോനെ, നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നീ അവിടെ ഇരിക്കുക, കസാരയിലിരിക്കുക, തൃപ്തിയോടെ ഇരിക്കുക. എനിക്കങ്ങനെ തൃപ്തിയോടെ ഇരിക്കാനായിട്ട് പറ്റില്ല അച്ഛാ. ഞാൻ പറഞ്ഞല്ലോ, ആദർശേട്ടൻ ഇത്രയും വർഷക്കാലം ഇരുന്ന സ്ഥലത്ത് എനിക്കങ്ങനെ കയറി ഇരിക്കാനായിട്ട് പറ്റില്ല. എൻ്റെ ആദർശേട്ടൻ്റെ ഒപ്പം ജോലി ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അല്ലാതെ ആദർശേട്ടനെക്കാളും വലിയ ആളാവണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിൻ്റെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയുള്ളൂ മോനെ. അല്ലെങ്കിലും ആദർശിനേക്കാളും വലിയ ആളാണെന്ന് നിനക്ക് സാധിക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് നിന്നെ അച്ഛൻ ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വാക്കുകൾ ധിക്കരിക്കാതെ നീ ഇവിടെ ഇരിക്കുക. നിനക്ക് വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരാമല്ലോ. പക്ഷേ നീ ഇവിടെ ഇരുന്നില്ലെങ്കിൽ ആദർശിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായി പോകും. അതുകൊണ്ടാണ് പറയുന്നത് എന്നും പറഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിയെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിയെ അവിടെ ആ കസാലിലിരിക്കുക. പക്ഷേ എനിക്ക് ഭയങ്കര മൂഡ് ഓഫാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വരികയാണ്. അയ്യോ, ഇത് അമ്മയാണല്ലോ വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ജാനകി ഈ അനിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണം. എന്താ അമ്മ എന്തിനാ വീഡിയോ കോൾ വിളിച്ചു തന്നെ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടാ പൊന്നുമോനെ, നീ ആ എം ഡി കസാരയിൽ ഇരിക്കുന്നത് കാണാൻ വേണ്ടി ഞാൻ വിളിച്ചതാടാ. ഞാനൊന്ന് കാണട്ടെടാ. കണ്ടില്ലേ, തൃപ്തിയായില്ലേ? നമുക്ക് വേറെ ഒരു പണിയില്ലേ? എം ഡി കസാരയിൽ ഇരിക്കുന്നത് കാണാൻ വേണ്ടി വിളിച്ചു പോലും. ഞാനേ ഇവിടെ ഇരിപ്പ് ഉറപ്പിച്ചിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലായല്ലോ? അതിൻ്റെ സമയത്ത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കാനായിട്ട് നിൽക്കരുതമ്മേ. എന്നാലൂടാ, എനിക്ക് നിന്നെ ഒന്ന് കാണണോടാ. അത് കാണാൻ വേണ്ടിയല്ലേ ഞാൻ വിളിച്ചത്. അങ്ങനെ അമ്മ ഇങ്ങനെ ആവർത്തിച്ചിങ്ങനെ പറഞ്ഞപ്പോഴേ കാണാം. തൃപ്തിയായോ, സമാധാനമായോ? അപ്പോഴത്തേ ജലജ വരുന്നു. അപ്പോൾ ജലജ, എന്താ ജാനകി എന്തേ നോക്കുന്നത്? ജലജേ, ഇത് നോക്കിയേ ജലജേ, എൻ്റെ മകൻ എം ഡി സ്ഥാനത്ത് ഇരിക്കുന്നതെന്ന് നീയൊന്ന് നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് ജലജ
ജലജയും കാണുകയാണ്. അപ്പം ജലജയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് തന്നെ ഫോൺ അങ്ങോട്ട് കട്ടാക്കുകയാണ്. അയ്യോ ജലജയെ, അവൻ ദേ ഫോൺ കട്ടാക്കിയല്ലോ. സാരമില്ല ഏട്ടത്തി, ദേ എന്തായാലും സന്തോഷമായില്ലേ? വളരെയേറെ സന്തോഷമായില്ലേ? ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഇപ്പം അനിക്ക് കിട്ടിയിരിക്കുന്നത്. ആദർശിനെ തള്ളി മാറ്റിക്കൊണ്ട് അനിയെ ആ MD കസാരയിൽ ഇരുന്നിരിക്കുകയാണ്. ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയ നീയും ഭാഗ്യവതി തന്നെയാണ്. അനന്തമൂർത്തീസ് കമ്പനിയുടെ MDയുടെ അമ്മയാണെന്ന് നിനക്ക് പറയാൻ പാടില്ല ജാനകി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജാനകിയുടെ മുഖം വല്ലാതെ ഇങ്ങനെ തെളിഞ്ഞിങ്ങ് നിൽക്കുക. അതെ അതെ അതെ, എനിക്കും വളരെ സന്തോഷമായെന്നൊക്കെ പറയാണ്. ഇനി ആ ഒരു കസാര അവനിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കാതെ നോക്കണം. അവൻ ആ MD കസാര ഉറപ്പായിട്ടും കിട്ടുക തന്നെ ചെയ്യണമെന്ന് പറയുക. അപ്പോഴേക്കും ജലജ ഈ മനസ്സിലെ കുശുമ്പ് മുഴുവൻ അങ്ങോട്ട് എടുത്തിട്ട് കൊടയുകയാണ്. യാതൊരു കാരണവശാലും ആദർശും നയനയും തിരിച്ച് ഈ വീട്ടിലേക്ക് വരരുത്, നീ പ്രാർത്ഥിക്കണം. മുത്തശ്ശനും കൊച്ചുമോനും ഒന്നിക്കരുതെന്ന് നീ പ്രാർത്ഥിക്കണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ ജാനകിയാണെങ്കിൽ അയ്യോ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പാടുണ്ടോ ജലജ എന്നിങ്ങനെ ചോദിക്കണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിലേ ആദർശ് ഇങ്ങോട്ട് വീണ്ടും കയറി വരും. അവൻ്റെ നിരപരാധിത്വങ്ങളെല്ലാം തെളിയിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശന് വീണ്ടും ആദർശിനോട് സ്നേഹം കൂടും. അങ്ങനെ ആദർശ് വീണ്ടും MD കസാര ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ മകൻ എവിടെയാ? വീണ്ടും ഔട്ടായി. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാനായിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിച്ചേ മതിയാവുള്ളൂ. ആദർശും നയനയും ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല എന്നും പറഞ്ഞുണ്ട്. ഏതൊരു അമ്മയും മക്കളുടെ കാര്യത്തിൽ സ്വാർത്ഥത കാണിക്കും? അല്ല, ഈ ദേവയാനി തന്നെ ഇരിക്കട്ടെ. ദേവയാനിയുടെ മകനെ മുത്തശ്ശൻ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കി ആദർശിനെ. അപ്പോൾ ആ സ്ഥാനത്ത് അനിയെ കൊണ്ടുവന്ന് MD സ്ഥാനത്ത് ഇരുത്തി. എന്താ ഇതെല്ലാം ദേവയാനി ആസ്വദിച്ച് കാണുന്നതാണോ? സ്നേഹം കൊണ്ട് പൊതിയുകയാണെന്നാണോ നിന്റെ വിചാരം? ഒരിക്കലും ഇല്ല. ദേവയാനിക്ക് അവൻ MD സ്ഥാനത്ത് ഇരിക്കുന്നത് കാണുമ്പോൾ കുറച്ച് കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ട്. അത് എല്ലാ അമ്മമാർക്കും ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇവൾക്കും ഉണ്ട്. പക്ഷെ ജാനകി, നിന്റെ മകന്റെ കാര്യം നീ നോക്കിയാൽ മതി. പറഞ്ഞ മനസ്സിലായല്ലോ? വേറൊരു കാര്യവും നീ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറഞ്ഞ് ജലജ അങ്ങോട്ട് പോകുമ്പോൾ ജാനകി സന്തോഷം കൊണ്ട് നിൽക്കുക. പക്ഷേ ജലജയുടെ മനസ്സിലിരിപ്പ് വേറെയാണ്. ജലജയാണെങ്കിൽ അവളെ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ്. അപ്പം നവ്യയും അഭയും കൂടി സംസാരിക്കണം. അഭയാണെങ്കിൽ ആകെ കാലി വന്നൊരു അവസ്ഥയിൽ കണ്ടില്ലേ? അനിയെ MD സ്ഥാനത്ത് കയറ്റി ഇരുത്തിയിരിക്കുന്നു. പിന്നെ നിനക്ക് നാണം ഉണ്ടാടാ? നീ എന്തിനാ പിന്നെ ഈ വീട് കുടുംബത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്? ആദർശ് പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ പിടിച്ചിരുത്തിയ ആള് അനി. അവൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? അവൻ എന്തെങ്കിലും കഴിവുണ്ടോ? പിന്നെ നിന്റെ മുത്തശ്ശൻ ശരിക്കും പറഞ്ഞ ഒരു നല്ല കാര്യം ചെയ്തത് ആദർശ് എന്ന കൊച്ചുമോനെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. ആ ഒരു കാര്യം മാത്രമേ നിന്റെ മുത്തശ്ശൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാനാണെന്ന് നവ്യേ? നമുക്കിവിടെ പിടിച്ചു നിന്നല്ലേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിവിടുന്ന് പുറത്താക്കൂലേ? പുറത്താക്കട്ടെ എന്നേ. നമുക്കെന്താ അന്തസ്സായിട്ട് കഴിയാനുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ ഇപ്പം ഇനിയില്ലേ? നമുക്ക് നല്ല പൈസയുണ്ട്, നല്ല ജോലിയുണ്ട്. നിനക്കും ആ കമ്പനിയിൽ ജോലി കിട്ടാനായിട്ട് പോവാണ്. പിന്നെ എന്തിനാടാ പേടിച്ച് ഒളിച്ചിങ്ങനെ മാറി നിൽക്കുന്നത്? അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അബിക്കും ആ ഒരു കാര്യം ശരിയാണെന്ന് മനസ്സിലാകുക തന്നെ ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശും നയനയും കൂടി നേരെ കിരണിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ കിരണിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. താൻ ഇതേപോലെ സിംഗായിട്ട് പോയിരുന്നു. ആ സിംഗിൻ്റെ വേഷത്തിലാണ് ആദർശ് കിരണിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. എന്നാലും ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്ന് അറിയണ്ടേ? അറിയുക തന്നെ ചെയ്യണം. ഞങ്ങൾക്ക് കുറേ ഇന്ത്യയിൽ വർക്കെല്ലാം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എടാ, അതൊന്നും തട്ടിത്തെറിപ്പിക്കാനായിട്ട് നിൽക്കരുത്. അവിടെ ഇന്ത്യയിൽ വർക്ക് ചെയ്താൽ മാത്രമേ അതിലുള്ള പിന്നിലുള്ള ആരെങ്കിലൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. സമയം എനിക്ക് അവരുടെ മുന്നിലേക്ക് കയറി ചെല്ലാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതൊക്കെ ഞാൻ ഏറ്റു ആദർശേ. പക്ഷേ എന്തായാലും ഇതിന് പിന്നിൽ വേറെ ആരോ ഉണ്ട്. ഇതിന് പിന്നിൽ വേറെ ആരോ ഉണ്ട്. അപ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ നവ്യേച്ചിക്ക് ഇപ്പോൾ ഒരു വിചാരമുണ്ട്. നവ്യേച്ചിയുടെ സൗന്ദര്യം കാരണമാണ് അവരുടെ മോഡലാക്കി എടുത്തിരിക്കുന്നത്. അതൊന്നും അല്ല. നവ്യേച്ചിയെ വെച്ച് എന്തൊക്കെയോ കളികൾ അവർക്ക് കളിക്കാനുണ്ട്, എന്തൊക്കെയോ നീക്കങ്ങൾ നീങ്ങാനും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നവ്യേച്ചി അവിടെ അവർ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നവ്യേച്ചിക്ക് ഈ സത്യങ്ങൾ ഒന്നും മനസ്സിലാവുന്നുമില്ല. അപ്പോഴേക്കും കിരണാണെങ്കിൽ നിന്റെ നവ്യേച്ചി ഏതായാലും ഒരു മണ്ടി തന്നെയാണ്. അത് എന്നോട് കല്യാണി പറഞ്ഞ് ശരിക്കും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കെണികളിലെല്ലാം വീഴോ? ശരിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് പാടില്ലേ? ആ ഒരു കഴിവില്ലേ എന്നൊക്കെ പറയാം. എന്ത് ചെയ്യാനാ, ചേച്ചിക്ക് ആ ഒരു ബോധം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മ കണ്ടെത്തും ആദർശേ.
ഇതിന് പിന്നിൽ കളിച്ചത് ആരാണെന്ന് കണ്ടെത്തും. ശരിക്കും പറഞ്ഞാൽ ആ ഡേവിഡ് അല്ല ഇതിനൊക്കെ പിന്നിൽ കളിച്ചിരിക്കുന്നത്, വേറെ ആരോ ആണ്. അത് കണ്ടെത്താനുള്ള ഇനി മാർഗങ്ങളാണ് നമ്മൾ തേടേണ്ടത്. അതേന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോവാണ്. അപ്പോൾ കിരണാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുക. അങ്ങനെ ആദർശ് നേരെ ആ AN ജ്വല്ലറിയിലേക്ക് ചെല്ലുകയാണ്. ഡയമണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. പുതിയ കളക്ഷനുകളും ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാം സാറ് പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഡീലൊക്കെ അവിടെ നന്നായിട്ട് ഉറപ്പിക്കുകയാണ്. കാരണം ഈ ഡീല് ചെയ്ത് ഈ ആദർശിന് ആ ഒരു രംഗത്തേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം കളിച്ചു കൂട്ടുന്നത്. അങ്ങനെ അവിടെ നിന്ന് എത്രയും ഡീലുകളെല്ലാം ഉറപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ആദർശും കിരണും കൂടി ഒരു CCTV ക്യാമറ പരിശോധിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കിരണും നേരത്തെ പരിചയമുള്ളൊരു കൂട്ടുകാരൻ തന്നെയാണതേ. ഇവനെൻ്റെ കൂട്ടുകാരനാണ്. ഗംഗാപ്രസാദ് എവിടെയുണ്ട് എങ്ങനെയാണെന്നൊക്കെ കണ്ടുപിടിച്ച് തന്നത് ഇവൻ തന്നെയാണ്. എടാ ഇത് ഈ കാര്യത്തിൽ നീ എന്നെ സഹായിക്കണോടാ എടാ എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ ആദർശിന് ഭയങ്കര ആകാംക്ഷ തോന്നുകയാണ്. ആണോ ഇവനാണോ കണ്ടെത്തി തന്നത്? അതെ, ഇവൻ പല കാര്യങ്ങൾ അങ്ങനെ കണ്ടെത്തും. ഞാൻ പറഞ്ഞല്ലോ അന്ന് ആ കല്യാണ വീട്ടിൽ കയറിയതും ഈ ദിലീപിൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയത് ആരാണെന്നൊക്കെ, അവിടെ കിടന്നുകൂടിയത് ഗംഗാപ്രസാദ് ആണോ എന്നൊക്കെ കണ്ടെത്തിയത് ഇവൻ തന്നെയാണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ AN ജ്വല്ലറിയിലെ ഓരോരോ ക്യാമറ നിരീക്ഷണങ്ങളും നമുക്ക് നിരീക്ഷിക്കണം, അതിന് പിന്നിൽ കളിച്ചത് ആരാണെന്നും നമുക്ക് കണ്ടെത്തണമെന്നും പറയാണ്. അത് അധികം താമസിയാതെ നമ്മുടെ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും ആദർശ് എന്നങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.